എല്ലാവർക്കും കാവാലം കപ്പലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിലെ +2 വന്നിട്ട് 25 വർഷം തികയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഇന്ന് അവിടെ ഗസ്റ്റായിട്ട് വരുന്നത് രമേശ് പിഷാരടിയാണ്. അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോയാലോ? ഇതാണ് ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള വഴി. ഈ സ്ഥലം പ്രശസ്തമായ മലരിക്കൽ ആമ്പൽപ്പാടമാണ്. ഇവിടെ ഇപ്പം കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പച്ചപ്പൊക്കെ വന്നു തുടങ്ങി. ഈ കാലാവസ്ഥ കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ കാണുന്ന ആറ് പണ്ട് ബ്രിട്ടീഷുകാർ മീനച്ചിലാറുമായിട്ടും വേമ്പനാട്ടുകായലുമായിട്ട് ബന്ധം വരാൻ വേണ്ടി വെട്ടിയുണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ ധാരാളം കായലിൽ നിന്നും 6 ബ്ലോക്കിൽ നിന്നൊക്കെ കുട്ടികൾ ഈ മാർഗം വഴി ബോട്ടേ വന്നാണ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. ഞാൻ ഇവിടെയാണ് 1ാം ക്ലാസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഒരാൾ ടീച്ചർ, ഒരാൾ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ നടത്തുന്നു, ഒരാൾ നേഴ്സ്, ഒരാൾ കേക്ക് മേക്കർ. അങ്ങനെ എല്ലാവരും പല പല ബിസിനസ്സിലേക്ക് കടന്നു. ഒരുപാട് നാളെ കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കിടുവാണ്. എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. എല്ലാവരും സ്ലിമ്മായിട്ടിരുന്നവർ കല്യാണമൊക്കെ കഴിഞ്ഞ് തടിയൊക്കെ വെച്ച് ഫേസ് കട്ട് അതൊക്കെ തന്നെയാണെങ്കിലും കണ്ടു വിളിക്കാൻ എളുപ്പമായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടുകാരുമായിട്ട് ഒത്തുകൂടുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞിട്ടും ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും തീരുന്നില്ലായിരുന്നു. വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഇവിടെയായിട്ട് ഈവനിങ് സ്നാക്സും ടീം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ലൈവായിരുന്നു. കുട്ടികളും വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്. എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷമായിരുന്നു. ടീച്ചേഴ്സിനെയൊക്കെ കണ്ടതിലും അവരൊക്കെ ഞങ്ങളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് 20 വർഷങ്ങൾക്ക് ശേഷം. വളരെ സന്തോഷമായി. ബാക്കിയുള്ള കൂട്ടുകാരും വന്നെത്തി. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു, ഒരുപാട് സംസാരിച്ചു. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇവളിപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. ടീച്ചർ ഇപ്പോൾ റിട്ടയർഡായി. കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നു. ഇത് ഷാൻഡി ടീച്ചറും സുഭദ്ര ടീച്ചറും. രേസ ടീച്ചർ ഫിസിക്സും പ്രവിത ടീച്ചർ മാത്സും പഠിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ സ്കൂൾ വിറപ്പിച്ചിരുന്ന മോഹൻ സാർ വെറും പാവാട്ടോ. The comedy king himself, Mr. Ramesh Pisardi, the man who has made us laugh, cry, and everything in between, has incredible talent, is gracing our stage this evening. With a career that's been a big start, short of phenomenal, he is a true icon in the entertainment industry. Get ready for some laughs, some stories, and some unforgettable moments as Mr. Ramesh Pisardi takes the stage. Welcome, sir. സഹൃദയമായ വേദികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ വേദിയിലൂടെ കടന്നു വന്ന നമ്മുടെ സ്വന്തം കലാകാരൻ, ഞങ്ങളുടെ സ്വന്തം രമേശ് പിഷാരടി ഈ വേദിയെ ധന്യമാക്കി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും +2 വന്നതുകൊണ്ട് ഞങ്ങളുടെ പഴയ ക്ലാസ് റൂമാണ്. +2ലെ സയൻസ് ബാച്ചിൽ പോയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് പേരുള്ളായിരുന്നു സയൻസ് ബാച്ചിൽ വന്നത്. ഞങ്ങളുടെ ക്ലാസ്സിനുള്ളിൽ കയറി എല്ലാവരും അവനവൻ്റെ സീറ്റിൽ ഇരിക്കാമെന്ന് വെച്ച് പഴയ കുട്ടികളായിട്ട് ഞങ്ങളുടെ സ്വന്തം ബെഞ്ചിൽ എല്ലാവരും അവനവൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നു.
Please welcome the incredible Mr. Ramesh Pishardi as he takes the stage to address this gathering. The comedy maestro, the acting legend, the man who brought joy to millions. He is here to share his magic with us. Sir, we wholeheartedly welcome you on behalf of our school. I welcome our school principal to honor our chief guest. ഏറെ ബഹുമാനീയനായ സിനിമാ താരം ശ്രീ രമേശ് പിഷാരടി, നമ്മുടെ സ്കൂൾ മാനേജർ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ അൻസാരി, സജീർ, മറ്റ് വിശിഷ്ടാതിഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ കാലമായിട്ട്, ഏറെ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം കാത്തിരുന്ന ആ സുദിനം, ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ സമയം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. രമേശ് പിഷാരടി വരുമെന്നും കടന്നു വന്നിരിക്കുന്നത് ഗ്രാമപ്രദേശത്തിൻ്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും ഒക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് 15 കടവിൽ നിന്നാണ് അദ്ദേഹം ബോട്ടിന് ഇങ്ങോട്ട് എത്തിയത്. എല്ലാവരുടെയും പേരിൽ ഈ പ്രശസ്ത സിനിമാ താരത്തെ, പ്രശസ്ത കലാകാരനെ ഈ സ്കൂളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പല കാലയളവിലായി ഈ വിദ്യാലയത്തിൽ പഠിച്ച് ജീവിതത്തിൻ്റെ മറ്റു വഴികളിലേക്ക്, നാനാ തുറകളിലേക്ക് പോവുകയും ഇന്ന് ഈ സിൽവർ ജൂബിലി, ഈ ഹയർ സെക്കൻഡറിയുടെ സിൽവർ ജൂബിലി, സ്കൂൾ 75 വർഷമായി എന്ന് അറിയാൻ കഴിഞ്ഞു. ഹയർ സെക്കൻഡറിയുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തുടരുന്ന, ഈ സ്കൂളിൽ പഠിച്ച് സ്കൂളിനെ ഇഷ്ടപ്പെടുന്ന, സ്കൂളിൻ്റെ ഓർമ്മകൾ എന്നും സന്തോഷത്തോടെ ആലോചിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ കാത്തിരുന്നു, വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് അത് മാത്രം മനസ്സിലായില്ല. ഞാൻ ഏറ്റെടുത്ത പരിപാടിക്കൊക്കെ അത്യാവശ്യം പോകാറുള്ള ആളാണ്. ഇതുവരെ അങ്ങനെ എവിടെയും ചെന്നില്ലെന്നുള്ള പരാതിയൊന്നും കേൾപ്പിച്ചിട്ടുള്ള ആളല്ല. എന്നാലും വെറുതെ ഒരു സംശയം. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായിരിക്കും സംശയത്തിന് കാരണമെന്ന്. ഈ ഡിഗ്രിയും പ്രീ ഡിഗ്രിയൊക്കെ കൂടെ 5 കൊല്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 5 കൊല്ലത്തെ കാലയളവിൽ പലരെയും പരിചയം ഉണ്ടാകും. അവരൊക്കെ വരും, കാണും. പക്ഷേ ഈ ഹയർ സെക്കൻഡറി 2 കൊല്ലമല്ലേ ഉള്ളൂ എൻ്റെ അറിവിൽ. അപ്പോൾ ഒരു 2 കൊല്ലം കൂടുമ്പോഴും പുതിയ ബാച്ച് വരുന്നത് കൊണ്ട് ഒരു 25 കൊല്ലത്തെ വ്യത്യാസങ്ങളിൽ വരുന്ന പലരും തമ്മിൽ പരസ്പരം അറിയുന്ന, ഒരേ കാലയളവിൽ പഠിച്ച ആളുകളൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ താരതമ്യേന കുറവാണ്. പിന്നെ വളരെ നേരത്തെ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യകളും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് പരമാവധി ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് കുറച്ചധികം ആളുകൾ അതിനുവേണ്ടി നല്ലോണം അധ്വാനിച്ചാൽ മാത്രമാണ് പലർക്കും അവനവൻ്റെ ജോലിയുടെ തിരക്കുകളും വീട്ടുകാര്യങ്ങളും മറ്റുമൊക്കെ മാറ്റിവെച്ച് ഇത്തരത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അധ്വാനം ഇതിനകത്തുണ്ട്. ചിലർക്കൊക്കെ പിന്നെ അങ്ങനെ ഇതിലൊരു വലിയ സന്തോഷം കണ്ടെത്താനാകാത്തവരുമൊക്കെ ഉണ്ട്. എന്ന് തന്നെയായാലും കുറച്ചാളുകൾ ഇവിടെ വരികയും ഈ ഒരു സന്തോഷങ്ങൾ വീണ്ടും എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുന്നതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പഠനകാലത്തെ ഓർമ്മകൾ, പഠിച്ചിറങ്ങിയതിന് ശേഷമുള്ള വിരളമായ ഓർമ്മകൾ, വളരെ കുറച്ച് പ്രാവശ്യമാണ് പിന്നെ നമ്മളിങ്ങോട്ട് വരിക. എന്തായാലും ഇനി ഈ ഒരു വിദ്യാലയത്തെക്കുറിച്ചുള്ള, ഇവിടെ പഠിച്ച, ഈ 25 വർഷത്തിൽ പഠിച്ച പലരുടെയും ഓർമ്മകളിൽ എൻ്റെ കൂടി പേര് എഴുതി ചേർക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതിനെന്നെ ക്ഷണിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു പരിപാടി സ്ഥലത്തേക്ക് ബോട്ടിൽ വരുന്നത്. അപ്പം ഞാൻ അകത്തിരിക്കുകയായിരുന്നു. എന്നെ വിളിച്ച അൻസാരിയാണ് പറഞ്ഞത്, ചേട്ടാ എൻ്റെ മറ്റേ ജാക്കൻ റോസ് നിൽക്കുന്ന പോലെ മേളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. അതും നിന്നു. പിന്നെ ഈ അൻസാരി എന്ന് പറയുന്ന എന്നെ വിളിച്ചവൻ ഇവിടെ പഠിച്ചതാണ്. അവൻ പഠിച്ച കാലത്ത് കാണിച്ചു വെച്ച ഗുണത്തിൻ്റെ ശേഷിപ്പായിട്ടായിരിക്കും ടീച്ചർ ഇപ്പോഴും വരുമോ എന്ന് സംശയിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അങ്ങനെ എന്നെ പറ്റി ഒരു മോശം വിചാരിക്കേണ്ട ആവശ്യം ആ ടീച്ചർക്ക് ഇല്ല.
ഇവൻ കൊടുത്ത് ഉറപ്പായതുകൊണ്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പരിപാടിക്ക്. നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും കാണുന്ന സാഹചര്യത്തിൽ ഈ നമ്മൾ അന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പല പല തൊഴിലുകളിലോട്ട് പോയതും പല പല സ്വഭാവങ്ങളിലോട്ട് പോയതും അവര് കുടുംബമാകുമ്പോൾ ഇവരുടെ ജീവിതം മാറിയതുമൊക്കെ നമുക്ക് വലിയ ഒരു പരിണാമം പലരിലും കാണാനാകും. ആ പരിണാമം തരുന്ന ഒരു അത്ഭുതം. അത് കഴിഞ്ഞ് തുടങ്ങുമ്പോഴൊക്കെ കുറച്ച് നിന്നാൽ ഒരു 10-15 മിനിറ്റ് മിണ്ടി കഴിയുമ്പം ഇവനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ തിരിച്ച് റിവേഴ്സ് വരുന്നൊരു പരിണാമം. ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും എനിക്ക് ഈ പരിപാടി നല്ല ഒരു ഓർമ്മയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരം പരിപാടികൾക്കൊക്കെ സാധാരണഗതിയിൽ ഞാൻ പ്രതിഫലമായിട്ട് പൈസ ചോദിക്കും. അത്രയും ഇൻറ്റിമസി ഉള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്ത പരിപാടിയാണെങ്കിൽ പൈസ ചോദിക്കും. കാരണം ഒന്ന്, എൻ്റെ ഉപജീവനം അതാണ്. രണ്ട്, ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, അടുത്ത 24-ാം തീയതി ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾ വാന്ന് പറഞ്ഞാൽ നിങ്ങളാരും വരില്ലല്ലോ. അതുപോലെ തന്നെയാണ് എനിക്കും നേരിട്ട് ഇതിൽ കാര്യമായ ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതൊരു തൊഴിലായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ അൻസാരി എന്ന് പറയുന്നവൻ, എനിക്ക് ഇവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ സ്കൂളിൽ പഠിച്ച ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു പണിയിലോട്ടാണ് ഇവൻ തിരിഞ്ഞു വന്നത്. അത് ഈ പെറ്റ്സിന്റെ കച്ചവടമാണ്. പ്രാവ്, തത്ത, ഈ വക സാധനങ്ങളെയൊക്കെ വിൽക്കുന്ന കോട്ടയത്തൊരു കടയുണ്ട് ഇവന് അവിടെ കുറേ ജീവികളുണ്ട്. അപ്പം ഞാൻ പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ അതിലെ ചില ജീവികളെയൊക്കെ കൊണ്ടുവന്നൊക്കെ നിന്നൊരു രഞ്ജിത്തിന് വഴിയാണ് ഞാൻ ഇവനെ പരിചയപ്പെട്ടു. ഇവൻ അങ്ങനെ കുറേ ജീവികളെയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ എന്നെ എൻ്റെ സ്കൂളിലൊരു ഫംഗ്ഷന് വരുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവനോടുള്ള വ്യക്തിബന്ധം കൊണ്ട് ഞാൻ വരാം, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നീളമുള്ള 2 ഓന്തിനെ എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് സത്യമാണ്. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞേക്കാം എന്നൊന്നും കരുതി കയ്യിൽ നിന്നിട്ട് പറയുന്ന ഒരു കഥയല്ലത്. ഇതാണ് സത്യം. 2 ഓന്ത് എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. ആ ഓന്തിനെ കൊണ്ട് തന്നെ എന്നിട്ട് ഇവൻ പറഞ്ഞു, ചേട്ടാ ഇത് ഇത്ര ദിവസം കഴിഞ്ഞാൽ മുട്ടയിടും, 10-12 മുട്ടയിടും, ചേട്ടൻ ആ മുട്ട എടുത്തൊരു മൺപാത്രത്തിൽ വെച്ചിട്ട് അതെനിക്ക് തരണമെന്ന്. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഒരു കുഞ്ഞിന് 7000 രൂപ വിലയുണ്ട്. അപ്പോൾ 10-12 മുട്ട ഇട്ടാല് ഞാൻ അതിന് ചെലവും കൊടുത്ത് വളർത്തുകയും ചെയ്യും, മുട്ട ഇവന് കൊടുക്കുകയും ചെയ്യും, ഞാൻ ഇവന്റെ സ്കൂളിൽ ഫംഗ്ഷന് വരികയും ചെയ്യും. ഇങ്ങനെ ഒരു പ്രത്യേക കോമ്പിനേഷനിലാണ് ഈ പരിപാടിക്ക് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ സ്കൂളിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തിയപ്പോൾ അവിടെ എത്തുക എന്ന് പറയുന്നതും അങ്ങനെ എളുപ്പത്തിൽ നടന്നില്ല, പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ജോലിയുടെ ഒരു സവിശേഷതയാണ്. നമ്മുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾ ഈ ഞായറാഴ്ചകളൊക്കെ നോക്കിയിട്ട് കലണ്ടർ എടുത്ത് വെച്ചിട്ടാണല്ലോ എല്ലാവരും എപ്പോഴും പരിപാടികൾ വയ്ക്കുക. ഞങ്ങൾ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. രണ്ട് തന്നെയായാലും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട അൻസാരിയോടും ഈ വൈകിയ വേളയിലും ഇവിടെ കാത്തു നിൽക്കാനും ഈ സമാപന സമ്മേളനം അങ്ങനെ പൂർത്തിയാകുന്നത് വരെ നിൽക്കാനും ഒക്കെ മനസ്സ് കാണിച്ച നിങ്ങളോടും നന്ദി പറയുന്നു. ഇനി അങ്ങനെ സുദീർഘമായ ഒരു പ്രസംഗം ഏത് രീതിയിൽ ഏത് വഴിയിൽ പോകണമെന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടൊരു പ്രസംഗമൊന്നും തയ്യാറാക്കി വെച്ചിട്ടല്ല ഞാൻ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി പ്രത്യേകിച്ച് അതിനൊരു കുമരകം എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് ഞാനിപ്പോൾ വന്നത്. കുമരകത്തിനും കൂടെ ഒരു വലിയ പ്രസക്തി ഉണ്ട് ഈ വരവിൻ്റെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു അനുഭവ കഥയ്ക്ക്. കഴിഞ്ഞ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പെട്ടെന്ന് കേരളത്തിലെ ബാറുകളെല്ലാം നിരോധിച്ചു. ബാറുകളെല്ലാം അവസാനിപ്പിച്ച ശേഷം 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമേ മദ്യം കിട്ടുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയുള്ള കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ബാറുകൾ പൂട്ടി. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഈ കുമരകത്ത് മാത്രമേ സ്റ്റാർ ഹോട്ടലുള്ളൂ. അവിടെ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അവിടെ വന്ന് എന്തായാലും കഴിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ചുറ്റുപാടിൽ വലിയ പാടായിരുന്നു എനിക്കൊക്കെ. അങ്ങനെ ഓസ്ട്രേലിയയിൽ പണിക്ക് പോയ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു, കടുത്തുരുത്തിക്കാരൻ. ഇവൻ വന്നപ്പോൾ ഞാനും വൈക്കത്ത് കോടതിയിൽ വക്കീലായിട്ട് ഇപ്പോൾ നിൽക്കുന്ന വേർത്തനും കൂടി ഇവനെ ചാക്കിട്ടിട്ട് നൊസ്റ്റാൾജിയ പറഞ്ഞ് പഴിപ്പിച്ച് അവൻ്റെ പൈസയ്ക്ക് കുമരകത്ത് സ്റ്റാർ ഹോട്ടലിൽ വന്നു. കാരണം നമുക്ക് സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കാനുള്ള പൈസ ഇല്ല. ഇവൻ ഓസ്ട്രേലിയക്കാരനാണല്ലോ. അവിടെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു 2 എണ്ണം കഴിച്ചു. അപ്പോൾ നൊസ്റ്റാൾജിയ പൂത്തുലഞ്ഞു. ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറിനെ കാണാൻ പോകാൻ തീരുമാനമായി. രാത്രി ഒരു 12:30-1 മണിയായപ്പോൾ നമുക്ക് സാറിനെ കണ്ടേ പറ്റൂ, ആ സാറാണ് നമ്മൾ ഈ ലെവലിലാക്കിയതെന്നും പറഞ്ഞിട്ട് 2 ബൈക്ക് സാറിൻ്റെ വീട്ടിലേക്ക് വിട്ടു. പുല്ലല ഭാഗത്താണ് ആ സാറിൻ്റെ വീട്. അവിടെ ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഗേറ്റിൻ്റെ മതിലിൽ ബൈക്ക് വെച്ചിട്ട് ഞങ്ങൾ 4 പേര് ഗേറ്റ് ചാടി കിടന്നു. വീട് ചുറ്റും നടന്ന് സാറേ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമയം ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ കാലമാണ്. ഈ സാറ് ലൈറ്റ് ഇടുന്നില്ല, ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ വേറൊരു വണ്ടിയുടെ ശബ്ദം കണ്ടു. നോക്കുമ്പോൾ പോലീസ് ഗേറ്റിൽ എത്തിക്കഴിഞ്ഞു.
പോലീസ് അവിടെ നിന്ന് ഈ സാധനം ഉൾപ്പെടെ അനൗൺസ് ചെയ്തു, നിങ്ങൾ ആരായാലും ശരി നിങ്ങൾ ഓടാൻ ശ്രമിച്ചാൽ നമ്മൾ പിടിക്കും, നിങ്ങൾ ഇരുന്ന് നിൽക്കും, മുട്ട കുത്തി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഈ സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയും പോലീസ് വന്ന് ഞങ്ങളെയൊക്കെ പിടിക്കുകയും ചെയ്ത ശേഷം സാറ് ലൈറ്റിട്ട് പുറത്തു വന്നു. അപ്പം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ, സാറ് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളായിരുന്നോടാ സോറി എന്ന് പറയുന്നതാണല്ലോ. ലൈറ്റിട്ട് ഞങ്ങൾ മൂന്നും കൂടെ സാറേ ഞങ്ങളെ ഓർമ്മയില്ലേന്ന് ചോദിച്ചപ്പം നിങ്ങളെ ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല, എല്ലാത്തിനും കൊണ്ടുപോ സാറേന്നും പറഞ്ഞ് പോലീസിനെ പിടിച്ചേൽപ്പിച്ച് പിറ്റേന്ന് ആൾക്കാർ വന്ന് ജാമ്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതും സംഭവ കഥയാണ്, ഞാൻ എഴുതിയ ബുക്കിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, പഴയ കാലങ്ങൾ, വേറൊരു സ്കൂളിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം, എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പോയ പലരോടും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, നീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം എല്ലാവരോടും ചോദിക്കും. ചിലർ പറയും ഞാൻ പട്ടാളത്തിലാണ്, ഞാൻ ഗുജറാത്തിലാണ്, ഞാൻ ദുബായിലാണ്, ഞാൻ കൃഷിയാണ്, പലരും പലതും പറയുന്നു. എന്നോടാരും നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കത്തില്ല, കാരണം എന്നെ എല്ലാവർക്കും അറിയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കൂടെ പഠിച്ചു ഒരുത്തൻ എന്നെ കണ്ട ഉടനെ ഓടി വന്നിട്ട്, എടാ രമേശേ, ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട്, ടോജോ പട്ടാളത്തിലുണ്ട്, അനീഷ് ഷെഫായിട്ട് അവിടെ പോയി മറ്റവും ബഹറിലുണ്ട്, നിന്റെ മാത്രം ഒരു വിവരവും ഇല്ലല്ലോ, നീ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എന്നൊക്കെ ഇവനും എന്നോട് കാര്യമായിട്ട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെയും അറിയാത്ത ചില ആളുകളുണ്ട് എന്ന്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ കാണുമ്പോൾ ഇപ്പം ഇറങ്ങി വന്നപ്പോഴൊക്കെ ചില ചിരികൾ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാനും എൻ്റെ ഭാര്യയും മോളും ഒക്കെ കൂടെ വാഴപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാമിലിയായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മോക്ക് പനി വന്നിട്ട് ഒരു ചെറിയ ക്ലിനിക്കിൽ പോയി. മുഴുവൻ തമിഴന്മാരാണ് ആ പ്രദേശത്ത്, മലയാളികൾ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ മുറി കയറി. ഡോക്ടറിന് ഇങ്ങനെ കൊച്ചിൻ്റെ കക്ഷത്തിൽ തെർമോമീറ്റർ ഒക്കെ വെച്ചിട്ട് ഈ ഡോക്ടർ ഒരു വല്ലാത്ത വെപ്രാളമൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഈ ഡോക്ടർ ഒറ്റ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ മലയാളിയാണ്, നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മോക്ക് പനിയാണ്, ഞാൻ ചിരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ട്രംപ് നിങ്ങളുമായിട്ടുള്ള ഒരു പരിപാടി ഓർമ്മ വന്നിട്ട് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ചിരിച്ചു പോയി, സോറി എന്ന് പറഞ്ഞു ഈ ഡോക്ടർ. പക്ഷേ ആ ഡോക്ടർ ചിരിച്ചെങ്കിലും ഞാൻ അതൊരു വലിയ കാര്യമായി, ഒരു അംഗീകാരമായി എടുക്കുകയാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതങ്ങളിൽ നിന്നും ചിരി കുറയുന്നു, ചിരിക്കാനുള്ള കാരണങ്ങൾ കുറയുന്നു. പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അപരൻ നമുക്ക് വലിയ ഒരു ബാധ്യതയായി മാറുന്നു. സൗഹൃദങ്ങളെല്ലാം എന്തെങ്കിലും ഒരു ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഞാനും നീയും സൗഹൃദമായിരിക്കുന്നുള്ളൂ. ഞാനും നീയും സൗഹൃദമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളായി തുടരുന്നത് കൊണ്ട് എനിക്കോ നിനക്കോ എന്തെങ്കിലും ലാഭമില്ലെങ്കിൽ പിന്നെ നമ്മൾ സുഹൃത്തുക്കളല്ല എന്ന് പറയുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുന്ന, അല്ലെ എന്നെക്കാൾ കുറച്ചുകൂടെ ചെറുതാണ് ഞാൻ സാരിയൊക്കെ, ഒരു തലമുറ അനുഭവിച്ച സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ ഒരു ശേഷിപ്പുകൾ, ആ ഒരു സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ, ആ സൗഹൃദത്തിൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത ഒരു വർത്തമാനകാലത്തും പ്രൗഢിയോടെ നിൽക്കുന്ന ആവേശം, അതെല്ലാം വലിയ കാര്യമാണ്. അതിലോട്ടൊക്കെ നിങ്ങൾക്ക് വീണ്ടും എത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യം, വലിയ സന്തോഷം. ഇനി തിരിച്ചു കിട്ടാത്ത സാധനങ്ങളുടെ നഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. അതിലൊന്നാണ് സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെയും വിലയേറിയ സമയം ഇനി അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഹനിക്കുന്നില്ല, ഞാൻ കവർന്നെടുക്കുന്നില്ല. ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നതിന് പിന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരുടെയെല്ലാമോ കുറേ അധികം ദിവസത്തെ ഒരുപാട് സമയം മാറ്റിവെക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിന് വേണ്ടി സമയം മാറ്റിവെച്ച് അക്ഷീണം പരിശ്രമിച്ച ഇതിൻ്റെ അണിയറ ശില്പികളെയും കൂടെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വ്യക്തിപരമായ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മേലിലും സമൃദ്ധമായി കുറച്ചുകൂടെ വലിയ രീതിയിൽ വലിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ഇവർക്കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ എന്താണ് വേറൊന്നുമില്ല, എൻ്റെ പണി വെറുതെ ആശംസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എന്തോ ഈ ഞങ്ങളെ കണ്ടാലേ ആരിപ്പം മൈക്ക്, എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഇതൊക്കെ നിർത്തിയിട്ട് പോകണം, ഇത് മര്യാദക്കൊക്കെ പ്രസംഗിച്ചിട്ട് പോകണമെന്ന്. പക്ഷെ ഞാൻ ഈയിടയ്ക്ക് ചോറ്റാനിക്കിൻ്റെ മുമ്പിൽ ജയറാം വന്ന് ചെണ്ട കൊട്ടുക. അയാൾ 3 മണിക്കൂർ ചെണ്ട അടിച്ചിട്ട് കടകടകടകടങ്ങെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നടന്ന് നിർത്തിയപ്പോൾ ഒരാള് നസീറിന്റെ ശബ്ദം ഒന്ന് കാണിച്ചിട്ട് പോകാമോ എന്ന് ചോദിച്ചു. അതിനുശേഷം ഇപ്പം ഇതാണ് ഇനി ഒരു കോമഡി പറഞ്ഞിട്ട് പോവാ എന്ന് പറയുന്നത് രസമാണ്. ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ
നിങ്ങളുടെ ചടങ്ങിന് ഇവിടെ അതിഥിയായിട്ട് PT ഉഷയാണ് വന്നിരുന്നെങ്കിൽ ഈ ചേട്ടൻ എന്ത് വിചാരിക്കുന്നു എനിക്കറിയത്തില്ലായിരുന്നു. ചേച്ചി ഇവിടം വരെ വന്നതല്ലേ, ഒരു 100 മീറ്റർ ഓടിയിട്ട് പോകാൻ പാടില്ലേ, ഇതിലെ എന്നൊക്കെ വേണേ പറയാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇന്നലെ ഇതുപോലൊരു പരിപാടിക്ക് പോയപ്പോൾ നമ്മളൊക്കെ ഫോണില്ലാത്ത കാലത്ത് കൊള്ളതാണ്. ഒരുത്തം വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ നീ എടു ഞാനെട് നീ എടു എന്ന് പറഞ്ഞിട്ട് തർക്കം തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് പറ്റിയിടാന്ന് വെച്ച് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ളത് 17 എൻ്റെ കയ്യിലുള്ളത് ഐഫോണിൻ്റെ 16 എന്ന് പറഞ്ഞു. ഈ ഞാൻ അമ്മാവൻ മരിച്ചു 16 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഐഫോണിൻ്റെ 16 എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ബാക്കിൽ വേറൊരു ചേച്ചി അറിയാണ്ട് പെട്ടുപോയി. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ AI ഭയങ്കര സൂപ്പറാണ്, ഞാൻ ആ ചേച്ചിനെ മായ്ച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു വട്ടം വരച്ചിട്ട് എന്തോ ഞെക്കിയിട്ട് കാത്തു നിന്നപ്പോൾ ഞാനും മാഞ്ഞുപോയി, ആ ചേച്ചിയും മാഞ്ഞുപോയി, മറ്റവൻ ഒറ്റയ്ക്കായി. എന്നിട്ട് അവർ തമ്മിൽ അതിന് ഇങ്ങനത്തെ ഒരു വിശേഷ ദിവസം തന്നെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും പോവുകയും ഒക്കെ ചെയ്തു. ഞാൻ തമാശ പറഞ്ഞതിനേക്കാളെ നിങ്ങളിങ്ങ് വാ. ഇല്ല വേറെ നീയോ ഇതാരത് ഇവനെ വിളിച്ചെന്ന് വിചാരിച്ചോ? നീ പോരെ പോണ്ട വാ. നീ 25 കൊല്ലം മുമ്പ് ഇവിടെ പഠിച്ചതാണോ? ഞാൻ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ എന്താ കാര്യം? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നേ? എന്റെ അമ്മ ഷവർമ്മ മേടിച്ചതാന്ന് പറഞ്ഞു. ഇവന്റെ അമ്മ ഇവിടെ ഉണ്ടോ? നിങ്ങളാണ് ഇവനെ ഷവർമ്മ മേടിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നേ. മോനെ നീ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാ പേരെന്നാ? മൈക്ക് പറ. റമദ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? റമദ് പോയി മേക്കപ്പ് ചെയ്യുന്ന ആളാണോ? അടിപൊളി. വാ നമുക്കൊരു പാട്ട് പാടാം, അതാകുമ്പോ തമാശ ആയിക്കോളും. ഏതാ അറിയാവുന്നൊരു പാട്ട്? ട്യൂണിടെന്ന് പറഞ്ഞാൽ കരോക്കെ വേണമെന്നാ? ചുമ്മാ തന്നെ തെറ്റിച്ചാ പോരെ. കരോക്കെ ഇവിടെ ഉണ്ട്, കീബോർഡ് ഉണ്ട്. മോനെ നീ എന്തൊക്കെ വരും പിന്താന്ന് വേറെ യു വായിച്ചു വിട്ടാൽ മതി. കരോക്കെ ഉണ്ടാകുന്ന പുള്ളി പാടൊന്നുമില്ല. ഏതാ അറിയാവുന്ന പാട്ട്? പാട്ട് പറ. ഏതാ പാടുന്നേന്ന് പറ. എനിക്ക് പാടാൻ വേണ്ടി മമ്മൂക്കാടെ സോങ് നോക്ക. പൊന്മകളൊക്കെ എടുത്താ പൊങ്ങോ? ഞാൻ കൂടുതലില്ല, റിസ്ക് ഉണ്ട്. പുള്ളി പാടും, നമുക്ക് ചിരിക്കാം. ഓക്കെ, വികാരനാവുക. ഹലോ ചേട്ടൻ പാടിക്കാൻ പുറകെ വരും. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേദിപ്പുടവ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? ധാരാളമാണ്. നമ്മുടെ ചേർക്കാൻ സൂപ്പറാണ്. ആ ഓക്കെ, ഒരു ഫോട്ടോ എടുത്തോ. ബോട്ടിൽ വന്നപ്പോ ബോട്ടിന്റെ കീഴായിരുന്നു വെള്ളം, ഇപ്പൊ സൈഡിലായി. വിരസമായ വേദികളെ കൂടുതൽ ജനകീയമാക്കുന്ന നമ്മുടെ സ്വന്തം കലാകാരൻ Now I welcome our
I would like to request Rajesh Suman sir to please honor our chief guest Mr. Ramesh Pisharadi. അവനൊരു ഓന്തിനെ തന്നു, എനിക്കൊരു മഹിലിനെ തന്നു. രമേശേട്ടനെ ഈ ഒരു ധന്യമായ വേദിയിൽ എല്ലാവരും ഓണർ ചെയ്തു. അപ്പോൾ രമേശേട്ടനെ കാണാനായി മറ്റു 2 അതിഥികളും കൂടെ ഉണ്ട് നമ്മളുടെ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരാനായി. മലയാള സിനിമാ ലോകത്ത് നിന്ന് ഏറ്റവും പൗരുഷത്തിന്റെ പ്രതീകവും ഏറ്റവും കൂടുതൽ നായക സ്ഥാനവും നേടിയ നമ്മൾ സ്വന്തം കോളിളക്കം സൃഷ്ടിച്ച നമ്മളുടെ നായകൻ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. കാലഘട്ടങ്ങളിൽ മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഇതിഹാസ നായകൻ, കോളിളക്കം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ കോളിളക്കമുണ്ടാക്കി കടന്നുപോയ ഇതിഹാസ നായകൻ ശ്രീ ജയൻ. പഠിച്ചപ്പോൾ ജീവനാണെന്ന് പരാജയമായിരുന്നു. താങ്ക് യു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്, നമ്മുടെ സ്വന്തം വിപിൻ ദാസ് ആണ് ഈ ജയൻ, നമ്മുടെ സ്വന്തം ജയൻ സാറായി ഒരുങ്ങി വന്നിരിക്കുന്നത് ഈ വേദിയിൽ. അദ്ദേഹമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രഹ്മ നമ്മളെ എല്ലാവരെയും ഇത്രയും നേരം ആനന്ദത്തിൽ ആറാടിച്ച ശ്രീ രമേശ് പിഷാരടി അവർക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ, നമ്മുടെ നാടിൻ്റെ പേരിൽ, നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ പ്രിയ ശിഷ്യൻ, അന്നും രസികനായിരുന്നു